ഹലോ ഗൈസ്, എന്നും സൊമാറ്റോ വീഡിയോ അല്ലേ. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ്. ബാംഗ്ലൂരിൽ വന്നിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് ആദ്യം കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ ലഗേജ് പോലും വെക്കാണ്ട് ഞാൻ നേരെ ഇവിടെയാണ് എത്തിയത്. ഒരു 10:15 ആയപ്പോൾ ഇവിടെ എത്തി. ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. ഒരു ഈച്ചക്കുഞ്ഞ് പോലും ഉണ്ടായിരുന്നു. ആകെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് ഇതേപോലത്തെ ബ്രാൻഡഡ് ഷോപ്പ് മാത്രമായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു 50% ഓഫറിൻ്റെ ബോർഡ് കണ്ടിട്ടാണ് ഞാൻ കയറിയത്, ക്രോക്സിൻ്റെ. പക്ഷേ അകത്ത് കയറിയപ്പോഴത്തേക്ക് അത് അപ്പുറത്തെ ഷോപ്പിൻ്റെ ബോർഡാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ആകെ ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഒത്തിരി ചെരുപ്പിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളൊരു ചെരുപ്പ് മേടിച്ചു. ഇവിടെ ഒരാൾ ഷൂസ് മാത്രം എടുത്തിട്ട് വന്നു. ഞങ്ങളിവിടെ കുറച്ച് അധിക ദിവസം ഉള്ളത് കൊണ്ട് തന്നെ ഷൂസ് മാത്രമായാലും ശരിയായില്ല. അതുകൊണ്ട് ഞങ്ങളൊരു ചെരുപ്പ് കൊണ്ട് മേടിച്ചു. ഇവിടെ എവിടെ കറങ്ങിയാലും നമ്മൾ കറങ്ങി എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് നിൽക്കുകയായിരുന്നു. പിന്നെ നമ്മൾ വന്നിറങ്ങി നേരെ ഇങ്ങ് വന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ അവിടുത്തെ ബർഗർ കിങ്ങിൽ പോയി. പിന്നെ ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് എന്തായാലും ബാംഗ്ലൂർ ഒരു വെക്കേഷൻ പോലെ പോകാം. എപ്പോഴും ജോലിയും കാര്യങ്ങളൊക്കെ അല്ലേ. എല്ലാ വർഷവും നമ്മൾ ഇവിടെ തന്നെ നിന്ന് ആഘോഷിക്കാറാണ് പതിവ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇപ്രാവശ്യം എവിടെയെങ്കിലും പോകാം എന്ന് വിചാരിച്ച് ബാംഗ്ലൂർ ഓപ്റ്റ് ചെയ്തു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് ടൈം ആയിരുന്നു ബാംഗ്ലൂർ. ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ആണ് ഞങ്ങൾക്ക് ബാംഗ്ലൂരിനോട്. പിന്നെ ബർഗർ കിങ്ങിലെ ഈ ഐസ്ക്രീം എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചതിൽ ഏറ്റവും വൃത്തികെട്ട ഐസ്ക്രീം ആയിരുന്നു. എന്തോ ഒരു ആവശ്യത്തിന് ഞങ്ങൾ 2 ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബർഗർ വാസ് ഓക്കെ അഡ്ജസ്റ്റ്. പിന്നെ ഞങ്ങൾ ഇവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ ഒരു 12 മണിയൊക്കെ ആവും എല്ലാം ഓപ്പൺ ആകാനെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്നും കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം കടയൊക്കെ ഓപ്പണായി വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് രാവിലെ പോയാൽ ഇവിടെ ഒന്നും തുറക്കത്തില്ല എന്ന് ആരും പറഞ്ഞില്ല. ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതുമില്ല. ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അതേ റേറ്റ് ആയിരുന്നു. ബാർഗെയിൻ ചെയ്താലും അവർ ഫിക്സഡ് പ്രൈസ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. റേറ്റ് കുറഞ്ഞ സാധനങ്ങൾക്കൊക്കെ ഒട്ടും ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് തീരാവുന്നതേ ഉണ്ടായിരുന്നു. ഈ ഷോപ്പിൽ ഇതുമാതിരിയുള്ള 3 പാൻറ് എടുത്താൽ 450 ആയിരുന്നു. പക്ഷെ ക്വാളിറ്റി തീരെ ഉണ്ടായിരുന്നില്ല. ഒറ്റ യൂസിനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എവിടെ നോക്കിയാലും ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണ്. ഇവിടുത്തെ പേരൊക്കെ ഉണ്ട്, എറിഞ്ഞിടാനുള്ള അത്രയും സൈസ് ഉണ്ട്. അപ്പോൾ ബാംഗ്ലൂർ ഫസ്റ്റ് ടൈം വരുവാണെങ്കിൽ എന്നെപ്പോഴും മണ്ടത്തരം കാണിക്കരുത്. രാവിലെ വന്നാൽ ഇവിടെ ഒന്നും കാണത്തില്ല. പക്ഷെ നെക്സ്റ്റ് ഡേ വൈകുന്നേരം വന്നപ്പോഴത്തേക്ക് ഏകദേശം എല്ലാ ഷോപ്പും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു, വീഡിയോയിലൊക്കെ കാണുന്ന പോലെ.